മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. കാർഷിക വിപണിയിൽ പുതിയ കാൽവയ്പുകൾ. യാന്ത്രിക യുഗത്തിന്റെ അനിഷേധ്യ ഘടകമാണ് നാഗരികത. യന്ത്രസമ്മാനം ജീവിക്കാൻ നിർബന്ധിതരായി പോയതുമൂലം തിരക്കേറിയ നഗരവാസികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടാതെ പോകാമോ? അതിനായി മുൻ കൃഷിവകുപ്പ് അഥവാ കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ കീഴിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് കാർഷിക നഗര മൊത്ത വ്യാപാര വിപണി. വേൾഡ് മാർക്കറ്റ് എന്ന ഓമനപ്പേരിൽ പ്രചാരം നേടിയിട്ടുള്ള ഈ സ്ഥാപനം തിരുവനന്തപുരം ആനയറ വെൺപാലവട്ടം മുക്കിൽ കോവളം ബൈപ്പാസ് റോഡിന്റെ പാർശ്വത്തിലായി പ്രൗഢ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടറാണ്. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറും ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറിയുമായ ബൈജു എസ് സൈമണിന്റെ വാക്കുകൾ ശ്രദ്ധിക്കാം. ആനയറ കാർഷിക മൊത്ത വ്യാപാര വിപണിയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തിലെ പൊതുജനങ്ങൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന ഒരു രീതിയിലാണ് ഇതിനെ ക്രമീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പാർക്കിംഗ് പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ എത്ര വണ്ടി വന്നാലും ഒരു 500-1000 വണ്ടികൾ വന്നാൽ പോലും വളരെ സുഗമമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുമാത്രമല്ല ചാല പാളയം മാർക്കറ്റുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാധനങ്ങൾ അതേസമയം ചോയ്സ് ഉണ്ട്. എത്ര സാധനം വേണമെങ്കിലും ഇവിടെ വന്ന് മേടിക്കുവാനും സാധിക്കും. അതിൻ്റെ എന്താ പറയുക കൂടുതൽ കടകൾ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ക്വാളിറ്റി ഓരോ കടകളിലും നടന്ന് അസസ് ചെയ്ത സമയം തീർച്ചയായിട്ടും വാങ്ങിക്കുന്നതിനുള്ള ഒരു സാവകാശം നമ്മുടെ പൊതുജനങ്ങൾക്കുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ആക്ടിവിറ്റി ഈ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലേലമാണ്. അപ്പോൾ കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ലേലം ചെയ്ത് കൊടുക്കുവാനുള്ള സംവിധാനമുണ്ട്. അതുകൊണ്ട് കൃഷിക്കാർക്ക് കിട്ടുന്ന ഗുണം എന്ന് പറഞ്ഞാൽ ഇടത്തട്ടുകാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഈ ഉൽപ്പന്നങ്ങൾ ട്രേഡേഴ്സിന് നേരിട്ട് കൊടുക്കുവാൻ സാധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം 100 രൂപയ്ക്ക് ഒരു ഉൽപ്പന്നം വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 100 രൂപ അതുപോലെ തന്നെ ഈ പറഞ്ഞ കൃഷിക്കാർക്ക് മേടിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. സർക്കാരിൽ നിന്നും ഇവർക്ക് കൊണ്ടുവരുന്ന ഓരോ കിലോ സാധനത്തിനും 2 രൂപ വീതം അസിസ്റ്റൻസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 100 കിലോ സാധനം കൊണ്ടുവരുന്ന ഒരാളിന് 200 രൂപ എക്സ്ട്രാ ആയിട്ട് കൂടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ഈ മാർക്കറ്റിൽ ലേലം ആഴ്ചയിൽ 3 ദിവസമാണ് നടത്തുന്നത്. ചൊവ്വ, വ്യാഴം, ഞായർ. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ്. ബാക്കി എല്ലാ ദിവസങ്ങളിലും രാവിലെ 10:30 മണിക്കാണ് ലേലം നടക്കുന്നത്. അപ്പോൾ ലേലത്തിൻ്റെ വില ഫിക്സ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് പ്രോസസ്സ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ
പിന്നെ കർഷക പ്രതിനിധികൾ, ട്രേഡേഴ്സിൻ്റെ പ്രതിനിധികൾ, ഹോർട്ടികോർപ്പ് ഈ മുതലായ ഏജൻസികളുടെ ആൾക്കാർ ഒരുമിച്ചിരുന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നുകൊണ്ട് നമ്മുടെ വിപണികളിലെയും മറ്റു മാർക്കറ്റുകളിലെയും വിലകൾ നമ്മൾ അസസ് ചെയ്യും. അത് അസസ് ചെയ്തതിന് ശേഷം ഒരു ന്യായമായിട്ടുള്ള ഒരു പരമാവധി വില നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഫിക്സ് ചെയ്യുന്നു. പിന്നെ ലേലത്തിന് കൃഷിക്കാർ, രജിസ്റ്റർ ചെയ്ത കൃഷിക്കാർക്കാണ് ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൃഷിഭവനുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു 10 ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മുടെ കൃഷിഭവനിലെ കൃഷി ഓഫീസർമാരുടെ നേതൃത്വത്തിലാണ് ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വളരെ കൃത്യമായിട്ട് അതിൻ്റെ കൺവീനർമാരും അതിൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടെ സമാഹരിച്ച് ഈ വാഹനങ്ങളിൽ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിൽ കൊണ്ടുവരികയും ലേലം ചെയ്ത് വിൽക്കുവാനും സാധിക്കുന്നു. നമ്മുടെ തിരുവനന്തപുരം പോലുള്ള ഒരു ജില്ലയിൽ സാധാരണ ഓണം ഫോക്കസ് ചെയ്തായിരുന്നു ഇവരെല്ലാം സംഭവം പച്ചക്കറി കൃഷി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ സാധനം എടുക്കും എന്നുള്ള ഒരു ഗ്യാരണ്ടി ഉള്ളതുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ടിപ്പോൾ മാറി മാറി സംഭവം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള വിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. ആ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വിപണനം ചെയ്ത് മാക്സിമം വില അവർക്ക് മേടിച്ചു കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നു. ഈ സ്ഥാപനത്തിന്റെ ചുമതലയുള്ള കൃഷി ഓഫീസർ ഡോക്ടർ ജോമി ജേക്കബ് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഭാവി ലക്ഷ്യങ്ങളെക്കുറിച്ചും ഇന്ന് നൂറുമേനി പ്രേക്ഷകർക്കായി വിവരിക്കുന്നു. കർഷകരും നമ്മുടെ ആനേറ വേൾഡ് മാർക്കറ്റിലെ ഒഫീഷ്യൽസും അതുപോലെ തന്നെ ഹോർട്ടികോർപ്പിൻ്റെ പ്രതിനിധികളും ചേർന്നിട്ട് വില ഫിക്സ് ചെയ്യുന്ന ലേല ദിവസത്തിൻ്റെ രാവിലെ നമ്മൾ ഒരു ഫ്ലോർ പ്രൈസ് ഫിക്സ് ചെയ്യും. ആ തറ വിലയ്ക്ക് മുകളിലായിട്ട് കൂടുതൽ ട്രേഡേഴ്സ് ഇത് വാങ്ങിക്കാനായിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ ലേലത്തിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ടാകും. അതായത് ലേലം വിളിച്ച് കൂടുതൽ പ്രൈസ് നൽകുന്നവർക്കായിരിക്കും ഈ കർഷകർ ഈ പ്രൊഡ്യൂസ് കൊടുക്കുന്നത്. അതല്ല എങ്കിൽ ആ ഫ്ലോർ പ്രൈസിന് തന്നെ ആ കർഷകർക്ക് അത് ട്രേഡേഴ്സിന് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ട്രേഡേഴ്സ്, ഹോൾസെയിൽ ട്രേഡേഴ്സ് വരാറുണ്ട്, അതുപോലെ തന്നെ റീറ്റെയിലേഴ്സും വരാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊരു രംഗമെന്ന് പറയുന്നത് റീറ്റെയിലേഴ്സ് ഒരുപാട് പേര് ഇതിനകത്ത് വന്ന് വാങ്ങിക്കുന്നതായിട്ടാണ്. അപ്പോൾ അവർക്കും മറ്റു കടകളിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാളും വില കുറച്ച് ആ ഫ്ലോർ പ്രൈസിന് തന്നെ അല്ലെങ്കിൽ വളരെ നേരിയ വിലയ്ക്ക് തന്നെ ആ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങാനായിട്ട് പറ്റുന്നതാണ്. ഇതിന് ശേഷം അതായത് ഈ ട്രേഡേഴ്സ്, ഹോൾസെയിൽ ട്രേഡേഴ്സും കർഷകരും റീറ്റെയിലേഴ്സും കൊണ്ടുപോയതിന് ശേഷം എത്ര പ്രൊഡ്യൂസ് ഉണ്ടോ ആ സർപ്ലസ് പ്രൊഡ്യൂസ് മുഴുവനും ഹോർട്ടികോർപ്പാണ് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. കൃഷി ഏവർക്കും ആനന്ദം പകരുന്ന ഒരു ജീവിത രീതി തന്നെയാണ്. എങ്കിലും ആർക്കാണ് അതിന് സമയമുള്ളത്? നാടോടുമ്പോൾ നടുവേ ഓടണം. ഇതാ, നിങ്ങൾക്കും വീട്ടിലാകാം ഒരു കൃഷിത്തോട്ടം. ഇത് ക്രോപ്പ് ബസാർ. ക്രോപ്പ് ബസാർ എന്ന് ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക്, അതായത് വീട്ടിൽ അധികം സമയമില്ലാത്തവരും ഓഫീസിൽ പോകുന്നവർക്കുമായിട്ടുള്ള എളുപ്പത്തിൽ നമുക്ക് കൃഷിയുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി ഗ്രോ ബാഗിൽ റെഡി ടു ഹാർവെസ്റ്റ് പ്ലാന്റ്സ്, റെഡി ടു ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1-1.5 മാസം വരെ ഞങ്ങളിവിടെ വളർത്തി വലുതാക്കി ഏകദേശം പുഷ്പിണിയായി കാ പിടിക്കുന്ന സ്റ്റേജിൽ വാങ്ങിക്കൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഈ ചെടികൾ. അത് ഇവിടെ വന്ന് കണ്ട് താല്പര്യമുള്ളവ എടുക്കുവാനും അവരവർക്ക് ഇഷ്ടമുള്ള ക്രോപ്പ് സെലക്ട് ചെയ്യുവാനും അതിന് ഓർഡർ നൽകുവാനും ഉള്ളൊരവസരം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്ക് അവരവരുടെ താല്പര്യപ്രകാരം വളർന്ന ചെടികൾ വീട്ടിൽ കൊണ്ടുപോയി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഹാർവെസ്റ്റ് ചെയ്ത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തക്കവണ്ണം പ്രാപ്തമാകത്തക്ക രീതിയിലാണ് അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് വെണ്ട, മുളക്, ചീര, പയർ, തക്കാളി, വഴുതന, കത്തിരി ഇങ്ങനെയുള്ള ക്രോപ്പുകളാണ്. ഇത് കൂടാതെ അവർക്ക് ഡിമാൻഡുള്ള, അതായത് കാലാകാലങ്ങളിൽ നമുക്ക് സീസണലായിട്ട് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെടികളും ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. മത്തൻ, കുമ്പളം, പാവൽ അങ്ങനെയുള്ള ചെടികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് അവർക്ക് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായി ഞങ്ങളിവിടെ മണ്ണും മണലും ചാണകപ്പൊടിയും ചകിരിച്ചോറും എല്ലാം ഇറക്കി അതാതിൻ്റെ രീതിയിൽ ഞങ്ങൾ മിക്സ് ചെയ്ത് ബാഗിൽ നിറച്ച് പ്രോട്രയിലോ അല്ലെങ്കിൽ വിത്തുകൾ നേരിട്ട് നടുന്ന വെണ്ട പോലുള്ള ഇനങ്ങൾ വിത്തുകൾ നേരിട്ട് ഗ്രോ ബാഗിൽ നടുന്നുണ്ട്. അതല്ല തൈകൾ നടേണ്ട തക്കാളി, വഴുതന അങ്ങനെയുള്ള സാധനങ്ങൾ അതിൻ്റെ തൈ വാങ്ങിച്ച്, അത് മിക്കവാറും ഞങ്ങൾ വാങ്ങിക്കുന്നത് പോക്കരൻ നഴ്സറിയിൽ നിന്നുള്ള തൈകളാണ്. അതല്ലെങ്കിൽ BMFC എന്നുള്ള ഹൈബ്രിഡ് തൈകളൊക്കെയാണ് ഞങ്ങളിവിടെ വാങ്ങിച്ച് പരീക്ഷിച്ചിട്ടുള്ളത്.
റെഡി ടു ഹാർവെസ്റ്റ് പദ്ധതിയിൽ ഫലം നൽകാൻ പാകമായ പച്ചക്കറി ചെടികളെ ഗ്രോ ബാഗിൽ വളർത്തി ഇവിടെ വിൽപ്പനയ്ക്കായി ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ക്രോപ്പ് ബസാർ തുടങ്ങിയത് ഏകദേശം ഒരു ഒക്ടോബർ നവംബർ സമയത്താണ്. ആ സമയത്ത് തുടങ്ങാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വലിയ മഴ വരുന്ന സമയത്ത് കീടരോഗ ആക്രമണവും അതുപോലെ തന്നെ മഴ കൂടുതൽ വരുന്ന കാരണം വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയും ഉണ്ടായി. അപ്പോൾ ആ സമയത്താണ് എന്തുകൊണ്ട് നമുക്ക് ഗ്രോ ബാഗിൽ ഇവിടെ ഇങ്ങനെ ചെയ്തുകൂടാ, ആൾക്കാർക്ക് നൽകുവാൻ തക്കവണ്ണമുള്ള രീതിയിൽ അതിനെ ഉപയുക്തമാക്കിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നു. അതുപോലെ തന്നെ ഇവിടെ ഓട ഒരുപാട് ഈ മഴ വരുന്ന സമയത്ത് നിറഞ്ഞ് വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ ആ ഓട ക്ലിയർ ചെയ്തപ്പോൾ ഒരുപാട് മണൽ നല്ല വളക്കൂറുള്ള മണ്ണ് ഒരുപാട് കിട്ടി. അതിങ്ങനെ കരയിൽ കിടന്നപ്പോൾ വെറുതെ ചാക്കിൽ, അതായത് നമ്മുടെ അരിച്ചാക്ക്, യൂസ്ഡ് അരിച്ചാക്കായിട്ട് ചാലയിൽ നിന്ന് വാങ്ങിച്ച് അതിനകത്താണ് ആ മണ്ണ് അല്പം ചാണകപ്പൊടിയും വളമൊക്കെ ചേർത്ത് നമ്മളത് നട്ട് കഴിഞ്ഞ് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ വെണ്ടയാണ് നട്ടത്. പക്ഷെ നല്ല ഈൽഡുണ്ടായി. അപ്പോൾ അങ്ങനെ ഇവിടെ വെണ്ട പിടിച്ചു നിൽക്കുന്നത് കണ്ടിട്ടാണ് ആൾക്കാർ ഞങ്ങൾക്കിത് തരുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ മനസ്സിൽ ഈ ഒരു കൺസെപ്റ്റ് വന്നത് തന്നെ. എന്തുകൊണ്ട് നമുക്ക് വളർത്തി വലുതാക്കി ഈ ചെടികൾ കൊടുത്തുകൂടാ എന്നൊരു ചിന്ത വന്നു. അതിന് ശേഷമാണ് നമ്മൾ ഗ്രോ ബാഗ് അതിനുവേണ്ടി സെലക്ട് ചെയ്തതും ഗ്രോ ബാഗിൽ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കാൻ ഇടവന്നതും. അപ്പോൾ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് മറ്റേ അരിച്ചാക്കൊക്കെ ആകുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 4-5 മാസം കഴിയുമ്പോഴത്തേക്ക് അത് ദ്രവിച്ച് പിന്നെ അത് പൊക്കി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയിലായി. അതുകൊണ്ടാണ് ഗ്രോ ബാഗ് തന്നെ നമ്മൾ സെലക്ട് ചെയ്തത്. ഗ്രോ ബാഗോ ചട്ടിയിലോ ഒക്കെ നമുക്ക് ഈ സംരംഭം നമുക്ക് ചെയ്യാവുന്നതാണ്. ചട്ടി ആകുമ്പോഴത്തേക്ക് കുറച്ച് വില കൂടും, ഗ്രോ ബാഗ് ആകുമ്പോൾ കുറച്ച് വില നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അതാണ് അതിനകത്തുള്ള ഒരു ഗുണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും ട്രാൻസ്പോർട്ടേഷൻ സൗകര്യവും നമുക്ക് കൂടുതൽ ഈ ഗ്രോ ബാഗ് ആയതുകൊണ്ടാണ് ഈ ഗ്രോ ബാഗ് നമ്മളിവിടെ ചെയ്യാൻ തുടങ്ങിയത്. വണ്ടിയുമായി നേരിട്ടിങ്ങു വരിക. ഇഷ്ടമുള്ളത് തിരഞ്ഞെടുത്ത് വില നൽകി കൊണ്ടുപോയിക്കോളൂ. അടുത്ത ദിവസം മുതൽ നിങ്ങളുടെ താമസ സ്ഥലത്തെ പച്ചക്കറി തോട്ടത്തിൽ നിന്നും വലിയ അധ്വാനമില്ലാതെ ഫ്രഷ് പച്ചക്കറി എടുത്ത് ഉപയോഗിച്ചുകൊള്ളൂ. Pluck at your will. വെണ്ട, ചീര, കത്തിരി, വഴുതന, മുളക്, പയറ്, തക്കാളി. തികച്ചും ജൈവമാണിവിടുത്തെ കൃഷി. വിളവെടുപ്പ് കഴിഞ്ഞു എന്നുറപ്പായാൽ പച്ചക്കറിത്തോട്ടം വീണ്ടും സജ്ജമാക്കാൻ ഇങ്ങോട്ടേക്ക് പോരുകയേ വേണ്ടൂ. ഗ്രോ ബാഗുകളിൽ നിങ്ങളെ കാത്തിരിപ്പുണ്ട് ഇഷ്ടം പോലെ ഇനങ്ങൾ. ഓർഡർ പ്രകാരം തയ്യാറാക്കി തരുകയും ചെയ്യും. രോഗകീടബാധകൾ തീരെയില്ലാത്ത തൈകളെ മാത്രമേ ഇവിടെ വിൽക്കുകയുള്ളൂ. അസുഖം പിടിച്ച ചെടികളെ ചികിത്സിക്കാനായി ഒരു ക്രോപ്പ് ഹോസ്പിറ്റലും ഇവിടെയുണ്ട്. സാധാരണയായി തണുപ്പ് പ്രദേശങ്ങളിൽ സമൃദ്ധമായിട്ടുള്ള സവാള ഇവിടെ 2ാം വിളയായി കൃഷി ചെയ്ത് വിജയം വരിച്ചിരിക്കുന്നു. സവാളയെക്കുറിച്ച്, സവാള കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് തൃശ്ശൂർ കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തിയിലുള്ള കൃഷി വിജ്ഞാൻ കേന്ദ്രയുടെ ഒരു റിപ്പോർട്ട് പത്രത്തിൽ വായിക്കാനിടയായി. അപ്പോൾ അതിനുശേഷമാണ് അത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നു. അങ്ങനെ കാർഷിക സർവകലാശാലയുടെ തൃശ്ശൂർ മണ്ണുത്തിയിലുള്ള ഈ KVKയിൽ നിന്ന് ഡോക്ടർ ജലജ എസ് മേനോൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ അതിൻ്റെ സീഡ്സ് ഇവിടെ കൊണ്ടുവന്നു. ഈ സവാള കൂടുതലും തണുപ്പുള്ള പ്രദേശങ്ങളിലാണ് നടാൻ അനുയോജ്യമെങ്കിലും
നമ്മുടെ ഈ രണ്ടാം വിള സമയത്ത് സമതല പ്രദേശങ്ങളിൽ നടാമെന്ന് നമുക്കൊരു റിപ്പോർട്ട് ഉണ്ട്. സെപ്റ്റംബർ സമയമാകുമ്പോഴത്തേക്ക് എൻ്റെ സീഡ് കിട്ടി. ഒക്ടോബർ മാസം ആണ് ഞങ്ങൾ ആ വിത്ത് പ്രോട്രയിൽ നട്ടത്. അത് കൂടാതെ പുറമെ മണ്ണിൽ ഒരു സീഡ് ബെഡ് പ്രിപ്പയർ ചെയ്ത് അതിലും ഈ തൈകൾ വിതച്ചു. പ്രോട്രയിൽ നട്ട സീഡ്സ് ഏകദേശം ഒരു 4-5 ദിവസത്തിനുള്ളിൽ ചെറിയ ഇതായി മുളച്ചു വന്നു. അതിനുശേഷം ആ പ്രോട്രയിൽ വേണ്ട ഏകദേശം ഒരു മാസമാണ് അതിൻ്റെ ആ സീഡ്ലിങ് പ്രോട്രയിൽ നിർത്തേണ്ട ഒരു നഴ്സറി പ്രായം. 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കത് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് 4 ആഴ്ച മുതൽ 6 ആഴ്ച വരെ പ്രോട്രയിൽ തന്നെ നിർത്തണം, അല്ലെങ്കിൽ തവാരണയിൽ തന്നെ നിർത്തണം. ട്രേകളിലോ തവാരണകളിലോ വിത്തുമുളപ്പിച്ച് 4 മുതൽ 6 ആഴ്ച വരെ പ്രായത്തിൽ കൃഷിയിടങ്ങളിലേക്ക് പറിച്ചു നടുന്നു. മാറ്റി നട്ടതിന് ശേഷം ഏകദേശം ഒരു 3.5-4 മാസമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ ഫീൽഡിൽ പറയുന്നത്. ഫീൽഡിൽ നമുക്ക് നട്ട് വിളവെടുക്കേണ്ട സമയം പറയുന്നത് 3.5-4 മാസമാണ്. അപ്പം നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഇനം നമ്മൾ തിരഞ്ഞെടുത്ത് ഇത് രണ്ടാം വിള സമയത്ത് നമുക്ക് നടാവുന്നതാണ്. അപ്പോൾ ഞങ്ങളിവിടെ പ്രോട്രയിൽ നട്ട തൈകൾ നവംബർ പകുതിയോടുകൂടി ആണ് ചാക്കിലേക്ക് മാറ്റി നട്ടത്. ഒരു ചാക്കിൽ ഒരു 4-5 തൈകളാണ് നട്ടേക്കുന്നത്. ഉള്ളി വലുതാവേണ്ട സ്ഥലം മാത്രം കൊടുത്തുകൊണ്ട് ഒരു 10 മുതൽ 15 സെൻറ്റിമീറ്റർ ഇടവിട്ടാണ് ഇത് ഓരോ ചാക്കിൽ നട്ടിരിക്കുന്നത്. പഴയ അരിച്ചാക്ക് എടുത്തിട്ട് അതിനകത്താണ് ആദ്യം നട്ടത്. അതിനുശേഷം എൻ്റെ വലതുവശത്തിരിക്കുന്നത് ആദ്യം നട്ട് നവംബർ പകുതിയോടുകൂടി നട്ട തൈകളാണ്. അതിനുശേഷം 2-3 ആഴ്ച താമസിച്ചാണ് ഈ ഗ്രോ ബാഗിൽ നട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നട്ട ഈ തൈകളെല്ലാം വിളവെടുക്കുന്ന പ്രായമായി. അപ്പോൾ അതിനകത്ത് ഉള്ളി വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വളം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ചാണകപ്പൊടി, ചകിരിച്ചോറ്, അതുപോലെ തന്നെ കോഴിക്കാരം, വേപ്പും പിണ്ണാക്ക്, ഇങ്ങനെ ഇവയൊക്കെ മിക്സ് ചെയ്ത് ഇടയ്ക്ക് ഞങ്ങൾ ഇട്ടിരുന്നു. അത് കൂടാതെ 919 സ്പ്രേ വീക്ക്ലി വൺസ് ഞങ്ങൾ കൊടുത്തിരുന്നു. നല്ല ആരോഗ്യകരമായിട്ടാണ് അത് നിന്നത്. ഇപ്പോൾ ഏകദേശം വിളവെടുക്കാറായ സമയമായതുകൊണ്ട് അതിൻ്റെ ഇലകളൊക്കെ ഉണങ്ങി തുടങ്ങി. അതിൻ്റെ അടിഭാഗത്ത് അല്ലെങ്കിൽ ചൂട് ഭാഗത്ത് ഈ ഉള്ളി വീർത്ത് ഉള്ളി ഡെവലപ്പ് ചെയ്തതായിട്ട് നമുക്ക് തന്നെ കാണാം.